അല്ല, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ നേരത്തെ എത്തി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ മന്ത്രിമാരാകട്ടെ, ജനപ്രതിനിധികളാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരാകട്ടെ വേദികളിൽ വൈകി എത്തുന്നു എന്നുള്ളതാണ് പരാതി. ആദ്യമായിട്ടാണ് ഒരാൾ നേരത്തെ എത്തി എന്നുള്ളതൊരു പരാതിയൊക്കെ ആയിട്ട് മാറുന്നത്. അത്രയും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് നേരത്തെ എത്തി. അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേരയിലാണല്ലോ പോയിരുന്നത്. അദ്ദേഹത്തിന് ക്ഷണമുള്ളയിടത്ത്, അദ്ദേഹത്തിന് ക്ഷണമുള്ള കസേരയിൽ, അദ്ദേഹത്തിന്റെ പേരെഴുതിയ കസേരയിലാണ് പോയിരുന്നത്. അതിപ്പോ നേരത്തെ ഇരുന്നോ വൈകിയിരുന്നോ അതിലൊന്നും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ ട്രോൾ പേജുകൾ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതൊക്കെ അല്പത്തരമാണ് എന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ അമ്മായിയമ്മയൊക്കെ എവിടെയൊക്കെ പോയിരിക്കുന്നുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിക്കൊപ്പം. അപ്പൊ അതൊക്കെ അല്പത്തരമല്ലേ? അപ്പൊ ആദ്യം അദ്ദേഹം സ്വന്തം കാലിലെ മന്ത് എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ വിരലിലെ മന്ത് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്നാണ് എനിക്ക് ആ വിഷയത്തിനകത്ത് പറയാനുള്ളത്. മുഹമ്മദ് റിയാസ് ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റും, അതിനുശേഷം മറ്റുള്ളവരുടെ കണ്ണിലെ കരടിനെ കുറിച്ചിട്ടൊക്കെ പറയാം. രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യം എന്ന് പറഞ്ഞത് അത് പ്രധാനമന്ത്രി അത് രാഷ്ട്രീയമാക്കി മാറ്റിയോ എന്നുള്ളതാണ്. അതാണ് പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അരുൺകുമാർ, പ്രധാനമന്ത്രി എന്നതിനകത്ത് ഒരു മുന്നണി രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയത്തിലേക്കല്ല പോയിരിക്കുന്നത്. കാലങ്ങളായിട്ട് ഭാരതത്തിൽ വികസന പ്രോജക്ടുകൾ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇടങ്കോലിടുന്നതായിട്ടുള്ള ഒരു രീതി കുറച്ചു കാലമായിട്ട് നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, 2024 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ടുള്ള പ്രതിപക്ഷ മുന്നണിയുടെ INDI മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത് എന്ത് പറഞ്ഞാലും അദാനി 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 എന്ന് തന്നെ പറയുക. ഇപ്പൊ ഹിൻഡൻബർഗിനെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മൊസാദിന്റെ ഒരു റിപ്പോർട്ട് തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പാകിസ്ഥാൻ പഹൽഗാം ഇഷ്യൂവിന്റെ നടുക്കത് വന്നതുകൊണ്ടാണ് അത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയത്. സാംപിട്രോടെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹിൻഡൻബർഗുമായിട്ട് എങ്ങനെ ബാക്ക് ടേബിൾ ചർച്ചകൾ നടത്തിയെന്നും അദാനിയെ ടാർഗറ്റ് ചെയ്യാൻ ഇന്ത്യൻ വ്യവസായി എങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാൽ അദാനി അദാനി എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നേതൃത്വത്തോട്, പ്രതിപക്ഷത്തോട് തന്നെ പറഞ്ഞാണ്, നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ശ്രീ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലെ തന്നെ നേതാവാണ് ശ്രീ ശശി തരൂർ എന്ന് പറയുന്ന അവരുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അവർ രണ്ടുപേരും ഇരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രി, തുറമുഖ മന്ത്രി വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പാർട്ണറായിട്ടുള്ള അദാനി എന്ന് പറയുന്നുണ്ട്. മോദിജി തന്നെ ആദ്യം പറഞ്ഞു, ഗുജറാത്തിൽ അങ്ങ് പണിഞ്ഞിരിക്കുന്ന പോർട്ടിനേക്കാൾ വളരെ വിശാലവും ഗംഭീരമാണ് വിഴിഞ്ഞത്ത് പണിഞ്ഞിരിക്കുന്ന പോർട്ട് എന്ന് സരസമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു ആ വിഷയങ്ങളെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയമല്ല, പകരം വികസനമാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ സംസ്ഥാനങ്ങളും അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുമിച്ച് വരണമെന്നും അങ്ങനെ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ വിഴിഞ്ഞം പോലുള്ള സ്വപ്നതുല്യമായ പ്രോജക്ടുകൾ ഇന്ത്യയിലെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ നടപ്പിലാകും എന്നുള്ള ഒരു ആംഗിളാണ് അദ്ദേഹം അവിടെ പറയുവാൻ ശ്രമിച്ചത്. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.